ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോപ്പറാണ്. ചോപ്പർ എന്ന ഒരു DC to DC കൺവേർട്ടറാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ ടോപ്പിക് പറഞ്ഞാൽ ചോപ്പറാണ്. ഓക്കെ, ചോപ്പർ എന്ന ഒരു സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ദാറ്റ് കൺവേർട്ട് ഫിക്സഡ് DC ഇൻപുട്ട് വോൾട്ടേജ് ടു എ വേരിയബിൾ DC ഔട്ട്പുട്ട്, കൺട്രോൾഡ് DC ഔട്ട്പുട്ട്. അതായത് ചോപ്പർ എന്നൊരു സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, കൺവേർട്ട് ഫിക്സഡ് DC വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഔട്ട്പുട്ട് DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് കൺട്രോൾഡ് DC ഔട്ട്പുട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യുക, അതിന് കിട്ടുക. ചോപ്പർ എന്ന സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, ഒരു കൺവേർട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള DC വോൾട്ടേജ് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും. അത് സിംപ്ലി ഒരു DC to DC കൺവേർട്ടറാണ്. സിംപ്ലി DC to DC കൺവേർട്ടറാണ്. പിന്നെ ചോപ്പറിന് ഒരു ഹൈ സ്പീഡ് സ്വിച്ച് ആണ് വിച്ച് കണക്ട് ആൻഡ് ഡിസ്കണക്ട് ലോഡ് ഫ്രം സോഴ്സ് അറ്റ് ഹൈ റേറ്റ് ടു ഗെറ്റ് വേരിയബിൾ ഓർ ചോപ്ഡ് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ചോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് സ്വിച്ച് ആണ്. അത് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കണക്ട് ആൻഡ് ഡിസ്കണക്ട് ലോഡ് ഫ്രം സോഴ്സ് അറ്റ് ഹൈ റേറ്റ്. അതായത് നമ്മൾ ലോഡിന് എന്ത് ചെയ്യുക, സോഴ്സിൽ നിന്ന് കണക്റ്റും ഡിസ്കണക്ട് ചെയ്ത് ഹൈ റേറ്റിൽ പെട്ടെന്ന് ഓൺ ഓഫായി കളിക്കുന്നൊരു ഹൈ സ്പീഡ് സ്വിച്ചാണ് ചോപ്പർ ടു ഗെറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ചോപ്ഡ് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്തൊക്കെയാണ്, ചോപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, കൺവേർട്ട് എന്ത് ചെയ്യും, ഫിക്സഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയി DC വോൾട്ടേജ് തരും. അത് DC to DC കൺവേർഷൻ നടക്കുന്നത് ഇൻപുട്ടുള്ളത് വേരിയബിൾ ഫിക്സഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് വേരിയബിൾ ആവും, കൺട്രോൾഡ് ആവും. അത് DC to DC തന്നെയാണ് കൺവേർഷൻ നടക്കുന്നത്. ഒരു ഹൈ സ്പീഡ് സ്വിച്ച് ആണ്. അതെന്ത് ചെയ്യും, കണക്ട് ആൻഡ് ഡിസ്കണക്ട് എന്ത് ചെയ്യും, ലോഡ് ഫ്രം സോഴ്സ് അറ്റ് ഹൈ റേറ്റിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ലോഡ് എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും സോഴ്സ് നിന്ന് പെട്ടെന്ന്. അത് ഹൈ സ്പീഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ എന്താ പറയണ്ടേ, ചോപ്പർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് DC. ചോപ്പർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് DC വോൾട്ടേജ്. ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോപ്പർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ചോപ്പർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് DC വോൾട്ടേജ് ലെവൽ അറ്റ് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും, നമുക്ക് ചോപ്പർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതേപോലെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യും, ചോപ്പർ നമ്മളെന്ത് ചെയ്യും, AC സർക്യൂട്ടുള്ള AC ട്രാൻസ്ഫോമറിനെ ഇക്വലൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ ചോപ്പർ എന്താ പറയുക, ഒരു DC ട്രാൻസ്ഫോമറായിട്ട് പറയും. അതായത് ചോപ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോപ്പർ യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടുള്ള DC ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു ഇക്വലൻ്റ് സർക്യൂട്ട്, AC സർക്യൂട്ടുള്ള ട്രാൻസ്ഫോമറിന് ഇക്വലൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതാണ് നമ്മൾ ചോപ്പറിന് എന്ത് ചെയ്യും, ഒരു DC ട്രാൻസ്ഫോമറിന് പറയും. കാരണം ട്രാൻസ്ഫോമർ എന്നാൽ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതേ ഇതുണ്ട് നമ്മളെ ചോപ്പർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ചോപ്പറിനൊരു DC ട്രാൻസ്ഫോമറായിട്ട് കാണുന്നുണ്ട്. ഈ ഫിഗറിൽ നമുക്ക് കാണുന്നുണ്ട്, ഇൻപുട്ട് ആയിട്ടുള്ള ഫിക്സ്ഡ് വോൾട്ടേജ് എന്തുണ്ട്, DC കൺവേർട്ടർ വെച്ചിട്ട് ഔട്ട്പുട്ടിലൊരു വേരിയബിൾ വോൾട്ടേജ് ആക്കി തരുന്നുണ്ട്. അതിൻ്റെ വേവ് ഫോം പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന വേവ് ഫോം എന്തായിരിക്കും, ഒരു ഫിക്സഡ് DC ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഔട്ട്പുട്ടിൽ വെച്ച് കിട്ടുമ്പോൾ എന്തായിരിക്കും, ഒരു വേരിയബിൾ DC ഔട്ട്പുട്ടായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു DC to DC കൺവേർട്ടറായ ചോപ്പർ. അടുത്ത സിമ്പിൾ ഓഫ് ചോപ്പർ. ചോപ്പറിൻ്റെ സിമ്പിളാണ് പറയുന്നത്. ചോപ്പറിന് ഒരു സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഡിവൈസ് റെപ്രസെൻറ്റ് ആസ് എ സ്വിച്ചിൻ്റെ ഡോട്ടഡ് ബോക്സ് ആണ്. ഫോർ സിംപ്ലിസിറ്റി വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആണ് എന്ത് ചെയ്യും, കറണ്ട് ക്യാൻ ഫ്ലോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എയർ ഓൺലി. അതായത് ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ ഡോട്ടഡ് ബോക്സിൻ്റെ ഉള്ളിലായുള്ള സ്വിച്ചാണ് ഇതിൻ്റെ സിമ്പിൾ. ക്ലോസ് ചെയ്ത് എന്ത് ചെയ്യും, കറണ്ട് അതിൻ്റെ എയറിൻ്റെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അത് നമ്മൾ ചോപ്പറിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്തിൻ്റെ ഉള്ളിൽ, ഒരു ഡോട്ട് ചെയ്തുള്ള ബോക്സിനുള്ളിലാണ് നമ്മൾ സ്വിച്ചായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ് ചോപ്പറിനെ ചെയ്യുക. അത് ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് അതിൻ്റെ എയറിൻ്റെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. പിന്നെ ഡിവൈസ് യൂസ്ഡ് ഇൻ ചോപ്പർ യൂസ് ചെയ്ത ഡിവൈസ് കാണിക്കുകയാണെങ്കിൽ ലോവർ പവർ ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യും, GTO
IGBT, BJT, മോസ്ഫെറ്റിലൊക്കെ യൂസ് ചെയ്യും. അതേപോലെ ഹൈ പവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ തൈറിസ്റ്റർ SCRലൊക്കെ യൂസ് ചെയ്യും. ഇനി സിമ്പിളിനെ പറ്റിയാണ് പറഞ്ഞത്. സിമ്പിൾ പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആ സ്വിച്ച് എന്തിൻ്റെ ഉള്ളിലായിരിക്കും, ഒരു ഡോട്ട് ചെയ്തിട്ടുള്ള ബോക്സിനുള്ളിൽ, ഡോട്ടായിട്ടുള്ള ബോക്സിനുള്ളിലായിരിക്കും ആ സ്വിച്ച് റെപ്രസെൻ്റ് ചെയ്യുക. ക്ലോസ് ചെയ്താൽ എന്ത് ചെയ്യും, ആ സ്വിച്ചിൻ്റെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ ഡിവൈസ് യൂസിങ് ചോപ്പർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോ പവർ ആപ്ലിക്കേഷനിൽ GTO, IGBT, പവർ BJT, മോസ്ഫെറ്റ് ഒക്കെയാണ്. ഹൈ പവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ തൈറിസ്റ്റർ SCR, ഇതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് കാണാം, ഡോട്ടായിട്ടുള്ള ബോക്സിനുള്ളിൽ സ്വിച്ച് ആയിട്ടാണ് കാണിച്ചത്. അതിൻ്റെ അടുത്തൊരു ആരോ മാർക്കും ഉണ്ട്. അതാണ് ചോപ്പറിൻ്റെ സിമ്പിൾ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻ ഇലക്ട്രോണിക്സ് എ ചോപ്പർ സർക്യൂട്ട് യൂസ്ഡ് ഇൻ പവർ കൺട്രോളും സിഗ്നൽ ആപ്ലിക്കേഷനും. ഇലക്ട്രോണിക് സെക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പവർ ചോപ്പർ എന്ത് ചെയ്യും, സർക്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പവർ കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ചോപ്പർ യൂസ്ഡ് ഫോർ എന്താണ്, DC മോട്ടോർ കൺട്രോൾ, അതായത് ബാറ്ററി സപ്ലൈഡ് വെഹിക്കിൾസ്, സോളാർ എനർജി കൺവേർഷൻ, വിൻഡ് എനർജി കൺവേർഷനിലൊക്കെ എന്ത് ചെയ്യും, ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ചോപ്പർ യൂസ് എന്താ, DC മോട്ടോർ കൺട്രോൾ, സോളാർ എനർജി കൺവേർഷൻ, വിൻഡ് എനർജി കൺവേർഷനിലൊക്കെ എന്താ ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോപ്പർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഇനി ഇലക്ട്രിക്കൽ കാറ്, എയർപ്ലെയിൻസ്, സ്പേസ്ഷിപ്പ്, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ ഇടയ്ക്കിടെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ജനറൽ ചോപ്പർ സർക്യൂട്ട് ആർ യൂസ്ഡ് ആസ് പവർ സപ്ലൈസ് ഇൻ കമ്പ്യൂട്ടർ, കമേഴ്ഷ്യൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമ്മൾ എന്തുണ്ട്, ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യുക, ചോപ്പറിൻ്റെ അപ്ലിക്കേഷൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ഓഫ് ചോപ്പർ നോക്കാം. ഏതൊക്കെ ടൈപ്പ് ചോപ്പറാണുള്ളത്. 2 ടൈപ്പ് ഓഫ് ചോപ്പറാണുള്ളത്. ഒന്ന് AC, ഒന്ന് DC ആണ്. AC ചോപ്പറും DC ചോപ്പറാണുള്ളത്. 2 ടൈപ്പ് ഓഫ് ചോപ്പറാണ് നമുക്ക് അവൈലബിൾ ആയുള്ളത്. ഒന്ന് ACയും ഒന്ന് DC ആണ്. ACയിൽ നമ്മൾ AC ലിങ്ക് ചോപ്പർ എന്ന് പറയും, DCയിൽ നമ്മൾ DC ചോപ്പർ എന്ന് പറയും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് ചോപ്പറാണ്, ടൈപ്പ് ഓഫ് ചോപ്പറാണ് നോക്കുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ചോപ്പർ, AC ആൻഡ് DC. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AC ലിങ്ക് ചോപ്പറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ AC ലിങ്ക് ചോപ്പറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ തന്നത്. ഇവിടെ എന്തുണ്ട്, ഇൻപുട്ടിൽ DC കൊടുക്കുന്നുണ്ട്. ആ DC എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടർ വെച്ചിട്ട് AC ആക്കി മാറ്റി. ആ AC എന്ത് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട്. ആ നേരെ എന്ത് നമ്മളെ റെക്ടിഫയറിന് ഇൻപുട്ട് കൊടുത്തു, അത് നേരെ DC ഔട്ട്പുട്ടാക്കി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ട് AC ലിങ്ക് ചോപ്പറിൽ ചെയ്യുന്നത്. ഇൻപുട്ടിൽ ഫസ്റ്റ് നമ്മൾ എന്ത് DC ആണ് കൊടുക്കുന്നത്. ആ DCനെ എന്ത് ചെയ്യും, ഇൻവെർട്ടർ വഴി AC ആക്കും. ആ AC ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും നമുക്ക് ആവശ്യമായ വോൾട്ടേജിലേക്ക്. അതിനുശേഷം എന്ത് ചെയ്യും, റെക്ടിഫയറിൽ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യും, DC ആക്കി പിന്നെയും കൺവേർട്ട് ചെയ്യും. അതാണ് AC ലിങ്ക് ചോപ്പറിൽ നടക്കുന്നത്. അതായത് AC ലിങ്ക് ചോപ്പർ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദ കേസ് ഓഫ് എൻ AC ലിങ്ക് ചോപ്പർ ഫസ്റ്റ് എന്താണ്, DC ഈസ് കൺവേർട്ടഡ് ടു AC, DCനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻവെർട്ടർ. ഒരു ഇൻവെർട്ടറിൻ്റെ ഉപയോഗ സഹായത്തോടെ എന്ത് ചെയ്യും, DCനെ AC ആക്കി കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, AC സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ബൈ എ ട്രാൻസ്ഫോമർ. AC എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ട്രാൻസ്ഫോമർ വെച്ചിട്ട്, വിച്ച് ഈസ് ദെൻ കൺവേർട്ടഡ് ബാക്ക് ടു DC ബൈ എ ഡയോഡ് റെക്ടിഫയർ. സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നെ ഈ DCനെ എന്ത് ചെയ്യും, പിന്നെ AC എന്ത് ചെയ്യും, പിന്നെയും DCയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്ത് വെച്ചിട്ട്, ഒരു ഡയോഡ് അല്ലെങ്കിൽ ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ട് വെച്ചിട്ട്. ഇപ്പോൾ AC ലിങ്ക് ചോപ്പർ എന്താണ്, ഒരു കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ എന്താണ് ബൾക്കിയാണ്, പിന്നെ എന്താണ് ലെസ് എഫിഷ്യൻ്റ് ആണ്. പിന്നെ അതിൽ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്, കൺവേർഷൻ ഇൻ ദെൻ 2 സ്റ്റേജ് ആയിട്ടുള്ള കൺവേർഷനാണ് നടക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും, DCനെ AC ആക്കും, പിന്നെ എന്ത് ചെയ്യും, പിന്നെയായി ACനെ എന്താവും, പിന്നെയും DC ആക്കും. അതായത് 2 സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. 2 സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ നടന്നിരിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, DCനെ AC ആക്കും, ആ ACനെ പിന്നെയും എന്ത് ചെയ്യും, DC ആക്കും. അതാണ് 2 സ്റ്റേജ് ഓപ്പറേഷൻ. പിന്നെ എന്താണ്, കോസ്റ്റ്ലി ആണ്, ബൾക്കിയാണ്, ലെസ് എഫിഷ്യൻ്റ് ആണ്. അടുത്ത നമ്മളെ രണ്ടാമത്തെ ടൈപ്പാണ് DC ചോപ്പർ. DC ചോപ്പർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, DC ചോപ്പറിന് സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. കൺവേർട്ട് എന്താണ്, ഫിക്സഡ് DC ഇൻപുട്ട് വോൾട്ടേജ് ടു എ വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യും. എ ചോപ്പർ ക്യാൻ ബി സൈഡ് ആസ് DC ഇക്വലൻ്റ് ഓഫ് എൻ AC ട്രാൻസ്ഫോമർ. ദേ ബിഹേവ് ഇൻ ഐഡൻറ്റിക്കൽ മാനർ. നമ്മൾ നോക്കുന്നത് DC ചോപ്പറാണ്. DC ചോപ്പറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് തന്നത്. ഇൻപുട്ടിൽ DC കൊടുക്കും, ചോപ്പർ വഴി എന്ത് ചെയ്യും, അതിനെ
ഡി സി ആക്കി മാറ്റി ഇൻപുട്ടിൽ ഫിക്സഡ് ഡി സി ആണ് കൊടുക്കുന്നത്. ഗ്രാഫ് കാണാൻ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അത് വേരിയബിൾ ഡി സി ആയി മാറും. ആ ചോപ്പറിനൊരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, കൺവേർട്ട് ഫിക്സഡ് ഡി സി എന്ത് ചെയ്യും, വോൾട്ടേജ് എന്താണ് ഒരു വേരിയബിൾ ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ ചോപ്പർ ക്യാൻ ബി സീഡ് ആസ് എന്താണ് ഡി സി ഇക്വലൻറ്റ് ടു എ സി ട്രാൻസ്ഫോമർ. എ സി ട്രാൻസ്ഫോമർ ഇക്വലൻ്റ് നമ്മളെ ഡി സി ചോപ്പർ എന്ന് പറയുന്നത്. ദേ ബിഹേവ് ഇൻ ഐഡൻറ്റിക്കൽ സെയിം മാനർ എന്നാണ് പറയുന്നത്. അത് നമ്മളെ ഡി സി ചോപ്പറിന് എന്തായിരിക്കും മോർ എഫിഷ്യൻ്റ് ആണ്. അതിലെന്താ ഒരു സ്റ്റേജ് ഓഫ് കൺവേർഷൻ ഉള്ളൂ. ഡി സിനെ ഫിക്സഡ് ഡി സിനെ വേരിയബിൾ ഡി സി ആക്കുന്ന ഒറ്റ സ്റ്റേജ് ഓഫ് കൺവേർഷൻ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ട്രാൻസ്ഫോമർ എന്താണ് ചോപ്പർ ക്യാൻ ബി യൂസ് ടു സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എ ഫിക്സഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ടു എ ഔട്ട്പുട്ടിലെ ഡി സി വോൾട്ടേജ് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫോമറിൽ ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് അപ്പും ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ പറ്റും ചോപ്പർ വെച്ചിട്ട്. പിന്നെ എന്താണ് ചോപ്പർ സിസ്റ്റം ആസ് ഹൈ എഫിഷ്യൻസിയാണ്. ഈ ചോപ്പർ സിസ്റ്റം എന്താണ് ഹൈ എഫിഷ്യൻസിയാണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, സ്മൂത്ത് കൺട്രോളാണ്. അത് ചോപ്പർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് ചോപ്പർ ഉണ്ട്. എ സി ലിങ്ക് ചോപ്പറും ഡി സി ചോപ്പറും. ഡി സി ചോപ്പറിനെ പറ്റിയാണ് പറയുന്നത്. അത് മോർ എഫിഷ്യൻ്റ് ആണ് എ സി ലിങ്ക് ചോപ്പറിനെ കാട്ടും. പിന്നെ ഇതിലാകെ വൺ സ്റ്റേജ് കൺവേർഷനേ നടക്കുന്നുള്ളൂ. പിന്നെ ട്രാൻസ്ഫോമർ പോലത്തെ എന്താണ് ഡി സി ചോപ്പർ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്താ വെച്ചാൽ സ്റ്റെപ്പ് അപ്പും ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ പറ്റും. പിന്നെ ഡി സി ചോപ്പർ എന്താണ് എസ് ഹൈ എഫിഷ്യൻ്റ് ആണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, സ്മൂത്ത് കൺട്രോളാണ്. അത്രയാണ് നമ്മളെ ഡി സി ചോപ്പറിനെ പറ്റി പറയാനുള്ളത്. ടൈപ്പിൽ വരുന്നതാണ് എ സി ലിങ്ക് ചോപ്പറും ഡി സി ലിങ്ക് ചോപ്പറും. ഓക്കെ, അടുത്ത് നമുക്ക് ചോപ്പറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ചോപ്പർ ഓപ്പറേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഫിഗറിൽ നമുക്ക് എന്തുണ്ട്, ചോപ്പർ ഉണ്ട്. നമ്മുടെ ഫിഗറിൽ എന്തൊക്കെ ഉണ്ട്, ഒരു ചോപ്പർ ഉണ്ട്, ഒരു വേരിയബിൾ ഫിക്സ് ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, ലോഡ് ഉണ്ട്. ഇത്രയാണ് നമ്മളെ ഫിഗറിൽ നമുക്ക് അവൈലബിൾ ഉള്ള സാധനങ്ങൾ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. പ്രിൻസിപ്പൽ ഓപ്പറേഷൻ നമ്മൾ ചോപ്പറിൻ്റെ. ഇപ്പോൾ നമുക്ക് ചോപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് കാണിച്ചത്. ക്ലോസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, ഡയറക്റ്റ് ഇൻഡക്ടർ വഴി ലോഡിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിലുള്ള കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈമാണ് ഇവിടെ കാണിച്ചത്. അതായത് ചോപ്പർ ഓൺ കണ്ടീഷനിലും സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ കാണിച്ചത്. ചോപ്പർ ഓൺ ആകുമ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് നേരെ ഇൻഡക്ടർ വഴി ലോഡ് വഴി എന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ആ ടൈമിൽ എന്ത് ചെയ്യും, ഇൻഡക്ടർ അവിടെ ചാർജ് ചെയ്യാൻ തുടങ്ങും. അതായത് ചോപ്പർ ഓൺ ആവുന്ന കണ്ടീഷൻ എന്ത് ചെയ്യും, ഇൻഡക്ടർ അവിടെ ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ ടൈമിൽ എന്ത് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നുണ്ടാവും. ആ ടൈമിൽ എന്ത് ചെയ്യും, അതിൽ കൂടെ എന്ത് ചെയ്യും, നമ്മളെ ചോപ്പർ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എറോ മാർക്കിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അത് ഇൻഡക്ടർ വഴി ലോഡ് വഴി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. ആ ടൈമിൽ എന്ത് ചെയ്യും, അത് ഇൻഡക്ടർ അവിടെ ചാർജ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഔട്ട്പുട്ടിൽ വേവ് ഫോം കിട്ടുന്നത് എന്തായിരിക്കും, ടി ഓൺ എന്ന് പറഞ്ഞൊരു വേവ് ഫോമാണ് ഔട്ട്പുട്ടിലൂടെ കാണിച്ചത്. ആ വേവ് ഫോം എന്തായിരിക്കും, ഒരു വേരിയബിൾ വേവ് ഫോമാണ് ഇവിടെ കാണിച്ചത്. ടി ഓൺ എന്ന് പറഞ്ഞ വേവ് ഫോം ഇവിടെ കാണിച്ചിട്ട് ഗ്രാഫിൽ കാണാം. ഇനി എന്തുണ്ട്, സ്വിച്ച് ഓപ്പൺ ആണുള്ള കണ്ടീഷൻ നോക്കി നോക്കാം. സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ കാണിച്ചത്. ആ ടൈമിൽ എന്ത് ചെയ്യും, സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള ടൈമിൽ എന്ത് ചെയ്യും, ഇൻഡക്ടറിൽ നേരത്തെ ചാർജ് ചെയ്ത കറണ്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് നേരെ എന്ത് ചെയ്യും, നമ്മളെ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ആ ഇൻഡക്ടർ ഈ ഒരു പാത്തിൽ എന്ത് ചെയ്യും, അത് ഫ്രീ വീലിംഗ് ഡയോഡ് ഇൻഡക്ടർ ലോഡ് നന്നായി പാത്തിൽ കൂടെ എന്ത് ചെയ്യും, അത് സർക്കുലേറ്റ് ചെയ്യും. അതായത് ഇൻഡക്ടർ ചാർജ് ചെയ്ത കറണ്ട് എന്ത് ചെയ്യും, സ്വിച്ച് ഓൺ ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇതിവിടെ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ കാണാം. ആ ടൈമിൽ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത കറണ്ട് എന്ത് ചെയ്യും, നമ്മൾ ലോഡ് വഴി ഫ്രീ വീലിംഗ് ഡയോഡ് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് പാത്തായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഇൻഡക്ടർ ലോഡ് വഴി എന്ത് ചെയ്യും, അത് ആക്ട് ചെയ്യും. ആ ടൈമിൽ എന്ത് ചെയ്യും, അത് ഓഫായിരിക്കും. അതായത് ഇത് നേരെ എന്തുണ്ട്, നമ്മളെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്, ഓഫ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടി എന്ന് പറഞ്ഞാൽ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. അപ്പോൾ അതാണ് ചോപ്പറിൻ്റെ ഓപ്പറേഷൻ പറയുന്നത്. നമുക്ക് ചോപ്പറിന് എന്ത് ചെയ്യുക, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. നേരത്തെ നമ്മൾ ചോപ്പർ രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, എ സി ടൈപ്പും ഡി സി ടൈപ്പും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചോപ്പറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താൽ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചോപ്പറുമാണ്. രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും സ്റ്റെപ്പ് അപ്പ് ചോപ്പറുമാണ്. വെൻ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്താണ് ലെസ് ദാൻ ഇൻപുട്ട് വോൾട്ടേജ് VS ആണ് എന്ത് ചെയ്യും, ആ കോൺഫിഗറേഷൻ നമ്മൾ പറയും സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയും. അതായത് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ലെസ് ദാൻ ഇൻപുട്ട് വോൾട്ടേജ് VS ആണ് എന്ത് ചെയ്യും, അതിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയും.
അതേപോലെ വെൻ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is larger than ഇൻപുട്ട് വോൾട്ടേജ് VS ആണ് എന്ത് ചെയ്യും ഹൈ കോൺഫിഗറേഷൻ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് പറയും. അതായത് രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. അതായത് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ലെസ് ദാൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യും അതിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. അതേപോലെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ അതിന് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്നും പറയും. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ചോപ്പറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിലുള്ള അതേ സെയിം വർക്കിംഗ് ആണ് എന്ത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ അത് ഫിഗറാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ ഫിഗർ. ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് ജസ്റ്റ് നമ്മൾ ഫിഗറിൽ നമുക്ക് നോക്കാം. ഇൻഡക്ടർ ഉണ്ട്, ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, ലോഡ് ഉണ്ട്, ചോപ്പർ സ്വിച്ച് ഉണ്ട്, ഇൻപുട്ടിൽ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ എന്തുണ്ട് സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ ഫിഗറിലുള്ള സാധനങ്ങൾ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് വർക്കിംഗ് നോക്കാം. സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന ടൈമാണ് ഇവിടെ കാണിച്ചത്. അതായത് ചോപ്പർ ഓൺ കണ്ടീഷനിലാകുമ്പോൾ സ്വിച്ച് ക്ലോസ് ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും ഇൻഡക്ടർ വഴി ഇൻഡക്ടർ ചാർജ് ചെയ്യും. അതെന്ത് നേരെ ചോപ്പർ വഴി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ലോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഔട്ട്പുട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യും ഇൻഡക്ടർ ചാർജ് ചെയ്യും, ചോപ്പർ വഴി എന്ത് ചെയ്യും അതിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അതായത് സ്വിച്ച് ക്ലോസും ചോപ്പർ ഓൺ ആയുള്ള കണ്ടീഷനിലാണ് പറയുന്നത്. എന്ത് ചെയ്യും ഇൻഡക്ടർ ചാർജ് ചെയ്യും, അതെന്ത് ചോപ്പർ വഴി എന്ത് ചെയ്യും അതിൻ്റെ പാത്തൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഇവിടെ എറോ മാർക്ക് കാണാം. അതാണ് എന്തുണ്ട് സ്റ്റെപ്പ് ചോപ്പറിൻ്റെ സ്വിച്ച് ക്ലോസ് ആയുള്ള ടൈമിലുള്ള വർക്കിംഗ്. സ്വിച്ച് ഓപ്പൺ ആകുമ്പോഴുള്ള വർക്കിംഗ് നോക്കാം. സ്വിച്ച് ഓപ്പൺ ആയുള്ള ടൈമിലുള്ള കണ്ടീഷനാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് കാണാം ചോപ്പറിൻ്റെ സ്വിച്ച് എന്താണ് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അതായത് ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണ്. ചോപ്പർ എന്താണ് ഓഫ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യും നമ്മളെ ഇൻഡക്ടർ ഓൾറെഡി എന്തുണ്ട് പോസിറ്റീവ് നേരത്തത് ചാർജ് ആയിക്കൊണ്ടിരുന്നത്. ചോപ്പർ ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യും അത് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് എന്ത് ചെയ്യും ആ വോൾട്ടേജ് നമ്മളെ ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ലോഡ് വഴി എന്ത് ചെയ്യും സർക്കുലേറ്റ് ചെയ്യും. നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട് അത് ഇൻഡക്ടർ വഴി ചോപ്പർ വഴിയാണ് സർക്കുലേറ്റ് ചെയ്തത്. ഈ ടൈമിൽ ചോപ്പറിൻ്റെ സ്വിച്ച് ക്ലോസ് ആയപ്പോൾ എന്തായിട്ടുണ്ട് ഓപ്പൺ ആയി ഇവിടെ കാണാം ക്ലോസ്ഡ് ആയി കിടക്കുന്നതല്ല ഓപ്പൺ കണ്ടീഷനിലാണ് കിടക്കുന്നത്. അതായത് ചോപ്പർ ഓഫ് കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ കണ്ടീഷനിൽ എന്ത് ചെയ്യും അത് ഇൻഡക്ടർ വഴി അത് കറണ്ട് എന്ത് ചെയ്യും ഡിസ്ചാർജ് ചെയ്ത് ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ലോഡ് വഴി എന്ത് ചെയ്യും അത് സർക്കുലേറ്റ് ചെയ്യും. അതാണ് എന്താണ് നമ്മളെ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളത് സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ വർക്കിംഗ് അറിയുന്നത്. അതെന്തായാലും സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. എന്തായിരിക്കും ഇത് സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷനാണ്, ചോപ്പർ ഓഫാണ്. ചോപ്പർ സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ ചോപ്പർ ഓൺ ആയിരിക്കും. ആ ടൈമിൽ എന്ത് ചെയ്യും കറണ്ട് പറഞ്ഞ പാത്ത് ഇതായിരിക്കും. ഇൻഡക്ടർ ചാർജ് ചെയ്യും, അതിൻ്റെ ചോപ്പർ വഴി അതിൻ്റെ പാത്ത് എന്ത് ചെയ്യും അത് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഈ ടൈമിൽ നടക്കുന്നത്. സ്വിച്ച് ഓപ്പൺ ആയിരുന്ന ടൈമിൽ ചോപ്പർ ക്ലോസ് ആവുന്ന ടൈം ചോപ്പർ ഓഫ് ആയിരുന്ന ടൈമിൽ എന്ത് ചെയ്യും അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇതാണ് ആ ഒരു കണ്ടീഷൻ. ഇതാണ് ചോപ്പറിൻ്റെ സ്വിച്ച് ഓപ്പൺ ആണ്. അതായത് ചോപ്പർ എന്തായിരിക്കും ഓഫായിരിക്കും. ആ ടൈമിൽ എന്ത് ചെയ്യും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്തായി കറണ്ട് എന്ത് ചെയ്യും ഇൻഡക്ടർ വഴി ഫ്രീ വീലിംഗ് ഡയോഡ് വഴി ലോഡ് വഴി എന്ത് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും എന്ത് ചെയ്യുക സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ ചോപ്പർ ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനിൽ അതായത് ചോപ്പർ ഓഫ് കണ്ടീഷനിൽ നടക്കുന്ന വർക്കിംഗ് അറിയുന്നത്. ഇപ്പോൾ എന്താണ് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്, സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും സ്റ്റെപ്പ് അപ്പ് ചോപ്പറും. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ നമ്മൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ചോപ്പറാണ് ഉള്ളത്, AC ചോപ്പറും AC ലിങ്ക് ചോപ്പറും DC ചോപ്പറും. ഓക്കെ, ഇത്രയാണ് നമ്മളെ DC ചോപ്പറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്.